ഹേ ഗായ്സ്, കളിക്കാനും കളിപ്പിക്കാനുമായി ബപ്പി ഫാൻസിന്റെ വീട്ടിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളൊരു കുറേ നാൾക്ക് ശേഷം ആഫ്റ്റർ 2 long days നമ്മൾ വീണ്ടും നമ്മുടെ കളിയിലോട്ട് വന്നിരിക്കുകയാണ്. ഒരു സ്പിന്നിങ് ആഡാണ് ഗേസ്. മൈൻഡ് ചെയ്യേണ്ട. നമുക്ക് എന്താ ലക്ക് നമുക്ക് നോക്കാം. ട്രൈ യുവർ ലക്ക് എന്നാണ് അവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്. അയ്യോ ജസ്റ്റ് അപ്പോൾ നമുക്ക് പാരഷൂട്ടാണ് കിട്ടിയത്. നമുക്ക് RPG കിട്ടണമായിരുന്നു. ജസ്റ്റ് നമ്മുടെ അടുത്ത് ഓൾറെഡി ഒരു RPG ഉണ്ട്. അപ്പോൾ ഇന്നാണ് ഞാൻ എൻ്റെ ബൈക്കാണ് എടുത്ത് കാറില്ല. ഞാൻ ഒന്ന് നല്ല മോർണിംഗ് വോക്കിന് വന്നാണ് വോക്ക്. അപ്പം ഞാൻ ഈ കടലൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കാണാവുന്നത്. ഇങ്ങനെ അയ്യോ എൻ്റെ കാര്യം ഞാൻ നനഞ്ഞ് ഡ്രസ്സ് മൊത്തം നനഞ്ഞ് തൂപ്പാടായി. ഗുഡ് മോർണിംഗ്. പോണം. എന്താ ചവിട്ടിട്ടാതെ? ഇവന് വല്ല അമാനുഷികമായ ശക്തിയുമുണ്ട്. എടാ ഇവൻ അപ്പൊ അവനാണ് ഇവൻ. ഇതെന്താ ഡബിൾ റോളോ? എൻ്റെ കയ്യിൽ എന്തോ മാന്ത്രി. അയ്യോ തട്ടിപ്പോയി തോന്നുന്നു. അപ്പോൾ കയ്യിൽ എപ്പോഴും നമ്മളെ കാറാണ് ഇന്ന് എടുക്കാറുള്ളത്. അപ്പം ഇന്ന് തൽക്കാലത്തേക്ക് നമ്മുടെ ഇന്ന് ബൈക്കാണ് എടുത്തത്. ഭയങ്കര സ്പീഡാണ് ഈ ബൈക്കിന്. നമ്മൾ ബൈക്ക് എടുത്തു വന്നു. എന്നാലും അയാളുടെ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു, ഒരു ബോസ് ഗ്യാങ്ങിൽ. അപ്പോൾ ഇന്ന് ആ ഗ്യാങ് എന്നെ ഒരു കാര്യത്തിനോട് വിളിച്ചിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് മിഷനാണ്. ഇപ്പോൾ എന്താണെന്ന് നമുക്ക് പോയി നോക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. പറപ്പിച്ച് നമ്മൾ വിടാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ടാർഗറ്റ് എന്നൊരു 5 ലൈക്കാണ്. അപ്പോൾ മാക്സിമം ലൈക്ക് ട്രൈ ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മുടെ ബൈക്ക് ഓടിച്ചിങ്ങനെ പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അവരുടെ വീട്ടിലോട്ടല്ല ചെല്ലണ്ടേ, ആർട്ടിറ്റ് ഓടിക്കുന്നുണ്ട്. നമ്മൾ വിഷയം മാറ്റരുത്. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലോട്ടല്ല, ബോസിൻ്റെ വീട്ടിലോട്ടല്ല പോകണം. ബോസിൻ്റെ ഹാർബറിലോട്ടാണ്. അവിടെ ടിപ്പു എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, അവനെ നമുക്ക് കാണണം. എൻ്റെ വണ്ടി ഒന്ന് സ്റ്റക്കായിട്ടോ. കുഴപ്പമില്ല. ഇതെന്ത് ഇത് അയാളുടെ മൈൻഡ് ചെയ്യണ്ട. ട്രയറിലൊക്കെ ഇപ്പം എന്താ നമുക്ക് കിട്ടാന്നാവും. ഇനിയൊന്നും കിട്ടിയൊന്നുമില്ല, പ്രത്യേകിച്ച് പാരഷൂട്ടൊക്കെ കണ്ടൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് നേരെ ഹാർബറിലോട്ട് ഇടാം. അപ്പോൾ ഇന്ന് നമുക്ക് പുറപ്പിച്ചവൻ്റെ മീൻസ് ആ വില്ലന്മാരെ അടിച്ചു പൊളിക്കാനുള്ള ടാർഗറ്റ് നമുക്ക് പോകണം. അപ്പോൾ നമുക്ക് വേഗം തന്നെ പോകാം. നമ്മുടെ ബേസ് ഹാർബറിലെത്തി. ടിപ്പുനാണെങ്കിൽ ഉഴുന്നോടയുടെ ഷേപ്പിലിരിക്കണം. അപ്പോൾ ഈ ഇവനാണെങ്കിൽ മണ്ടനാണ് ഗൈസ്. ഈ ടിപ്പു എന്ന് പറഞ്ഞവൻ എന്തായാലും കോഫി എടുത്തോണ്ടിരിക്കുക. ബടാ ചോട്ടാ ഭായ് ക്യാ കറൂ ഹേ. ഹിന്ദി മാത്രമല്ല, താൻ ഇംഗ്ലീഷും ഫെയിലായിട്ടോ തടിയ. നീ സമയം കളിക്കാണ്ട് കാര്യം പറ. എന്ത് സേഫ്റ്റി ടാങ്ക്? അങ്ങനെ ടാങ്ക്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഇത്തിരി ഹാർഡ് കാര്യമാണ്. അപ്പൊ ഈ ടാങ്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പാടായിട്ടുള്ള മിഷൻ തന്നെയാണ്. ഇപ്പൊ മുതലാളി, അയ്യോ എൻ്റെ ബൈക്ക് മുതലാളി ഇത്തിരി പിടിവാശിക്കാരനാണ്. അപ്പോൾ ഇതിൻ്റെ റിവാർഡ് 15 മില്യൺ ആണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് മിഷന് പോവാം. എന്തായാലും നമ്മൾ വെറുതെ ഇരിക്കണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് ജീവിക്കുന്നതല്ലേ നമ്മുടെ ആരോഗ്യത്തിനും നല്ലത്. ഓക്കെ ഗൈസ്, എന്നാൽ പിന്നെ നമുക്ക് ജോലിക്ക് തന്നെ പോവാം. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് ഈ ബൈക്ക് അത്ര ശരിയല്ല, നമുക്ക് കാർ എടുക്കാം ഗൈസ്. കാറാകുമ്പോൾ ഇത്തിരി കൂടെ പറണ്ടാവും. ഓക്കെ നമ്മൾ കാർ എടുത്തിരിക്കുകയാണ്. നമ്മുടെ ബൈക്ക് നമ്മുടെ വീട്ടിൽ പാർക്ക് ചെയ്ത് നമ്മുടെ കാർ ഇവിടെ എടുത്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരെ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. പുള്ളിക്കാരനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സംസാരിക്കുക, പുള്ളിക്കാരനെ അടിച്ചിടുക. എന്നിട്ട് ഈ വണ്ടിയിലാണെങ്കിൽ മിസൈലൊക്കെ ഉണ്ട്, ഡയറക്റ്റ് ഒന്ന് എല്ലാത്തിനും അടിച്ചിട്ട് നമ്മൾ ടാങ്ക് എടുക്കുന്നു, അവന്മാരെ കൊല്ലുന്നു.
നമ്മൾ രക്ഷപ്പെടുന്നു. ബോസിൻ്റെ കയ്യിൽ നിന്ന് 15 മില്യൺ കിട്ടുന്നു. അപ്പോൾ കിട്ടണമെങ്കിൽ ഞങ്ങളുടെ ലൈക്കും കമൻറ്റൊക്കെ എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് കാരണം ഇത്തിരി ലൈക്കൊക്കെ അങ്ങോട്ട് അടിച്ചിടുക ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടിയാണെങ്കിൽ ചെറുതായിട്ടൊന്നും സ്റ്റാർട്ട് ആവണ്ടില്ല, എന്തോ പറ്റിയെന്ന് പറഞ്ഞോളൂ. 15 മില്യണാണ് നമുക്ക് കിട്ടാൻ പോണേ. അപ്പോൾ നമുക്കിത് ചെയ്തേ പറ്റൂ. അപ്പോൾ നമുക്ക് വേഗം ചെയ്യണം. പക്ഷേ ഈ വണ്ടിയൊന്നും വർക്കാണല്ലോ. ഞാൻ മലമുകളിൽ കൊണ്ടുവന്നിട്ട് എന്നെ ചെറുതായിട്ടൊന്ന് പോലീസ് പിടിച്ചായിരുന്നു. അവർക്ക് ചെറുതായിട്ടൊന്ന് പോലീസ് പിടിച്ചായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ മലയിൽ കൊണ്ടുവന്നിട്ടതാണ്. പിന്നെ ഇവിടെ അടുത്താണ് നമ്മുടെ ടാങ്ക് ബേസ്. ഹാർബറിലെ ടിപ്പ് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈ മലക്കുന്നിൻ്റെ ഈ സൈഡിൽ നമുക്ക് കാണാം ഗൈസ്. ആ ഒരു JC പോലത്തെ ഒരു സാധനം കണ്ടോ ടവറിൻ്റെ പോണടുത്താണ് നമ്മുടെ മറ്റേ സാധനം ടാങ്ക് ഇരിക്കുന്നത്. ടാങ്ക് എടുക്കണം. അപ്പോൾ ഇയാളെ ഒന്ന് വശത്താക്കാം. അയ്യോ സോറി ചേട്ടാ. ചേട്ടന് ഇടി ഇഷ്ടമാണോ? ചേട്ടനെ അഭിമാനിച്ചു. പിന്നെ നീ ജീവിക്കണ്ടോ? ഇവനെ അങ്ങോട്ട് കൊല്ല കഴിച്ചു. എനിക്കാണെങ്കിൽ സമാധാനമില്ല. നിന്റെ തടിയില്ല, നിന്നെ ഞാൻ ഇപ്പം സ്ലിമ്മാക്കി തരാം. സമാധാനമില്ലേ? എല്ലാത്തിനെയും അടിച്ചു പിടിക്കുക. ഇപ്പം തന്നെ പോലീസ് ഗ്യാങ് പിടിയായി. നമുക്ക് വേഗം തന്നെ ടാങ്ക് ബേസിൽ കയറാം. നമ്മുടെ കാർ എടുത്തോണ്ട് കയറാം കേസ്. ഇവൻ ചത്തില്ലേ വൃത്തിയാട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വണ്ടി വിട്ടോ. എല്ലാത്തിനും അടിച്ച് പറപ്പിക്കാൻ പോവാണ്. ഇങ്ങനെ കൊന്നു അങ്ങനെ നമ്മൾ രക്ഷോട്ട് കേസ്. അപ്പം അയ്യോ ആക്സിഡന്റ്. അയ്യോ ടാങ്ക് വീടില്ലേ. അയ്യോ കഷ്ടപ്പെടല്ല മൂഞ്ചി ഗൈസ്. നമ്മളെ കൊണ്ടൊരു ഉപകാരമില്ല. വെള്ളത്തിൽ പോയി ടാങ്ക്. എൻ്റെ 15 മില്യൺ പോയി ഗൈസ്. നമ്മൾ അത്ര രക്ഷോട്ട് അത്ര ആർമി ബേസിനെ കൊന്നിട്ട് വന്നിട്ട് ടാങ്ക് കടലിൽ പോയി. ഇനി എന്തുപകാരം? പോലീസൊക്കെ വരുന്നുണ്ട്. നമുക്ക് എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ മാത്രം നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. നമുക്കിവിടെ അഡ്വാൻസ് മുതലാളി അയച്ചു. പക്ഷെ 12 ഞാൻ മുതലാളിയിലുണ്ട്. എങ്ങനെ പറയുമെന്നാണ് രാവിലെ ഗൈസ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ നിങ്ങൾ വിളിക്കുന്ന മുതലാളിയുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന്. പക്ഷെ എനിക്ക് കിട്ടില്ല ഗൈസ്. 15 മില്യണിൽ നിന്ന് 10 മില്യൺ കൊടുത്ത് ഞാൻ വേറൊരു സാധനം മേടിച്ച് ടണ്ടണേ. അപ്പോൾ ഗൈസ് നമ്മളാണെങ്കിൽ കാർ ഷോറൂമിൽ ഒരു ടാങ്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൊണ്ട് എങ്ങനെ അയ്യോ ഗൈസ് ഒരു മിനിറ്റ് ഗൈസ് കോൾ വന്നുണ്ട്. സോറി മിസ്റ്റേക്കിലൊരു കോൾ വരുന്നുണ്ട്. അറ്റൻഡ് ചെയ്തു. സോറി. അപ്പോൾ നമുക്ക് നേരെ മുതലാളിയുടെ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ്. ടാങ്കിൻ്റെ കളറൊക്കെ കാണുമ്പോൾ സംശയിക്കും. അപ്പോൾ നമ്മൾ ഷോറൂമിൽ കഷ്ടപ്പെട്ട് അടിച്ചു മാറ്റി കൊണ്ടുവന്നാണ്. പക്ഷെ എന്തായാലും 10 മില്യൺ പോയി. 5 മില്യണുള്ളൂ. 10 മില്യൺ എൻ്റെ അടുത്ത് ഈ ടാങ്ക് മേടിക്കാൻ കുഴപ്പമില്ല. ആദ്യത്തെ വിഷയമല്ലേ, കുറച്ച് പാളിച്ചേക്കുണ്ടാവും. ഇങ്ങനെയാണല്ലോ എല്ലാ വിജയങ്ങളിലൊക്കെ നമ്മൾ മുന്നേറുന്നത്. കുഴപ്പമില്ല ഗൈസ്. നമുക്ക് അയ്യോ മുതലാളി കണ്ടാ സീനാണ്. അയ്യോ മുതലാളി പണിയാണ്. മുതലാളി ഞാൻ ടാങ്ക് കൊണ്ടുവന്ന് അല്ലണ്ണ ഇത് 2024 മോഡിഫൈഡ് ചെയ്തതാണ്. ഇത് മറ്റേ ചൈനീസ് പ്ലം ട്രീയിലെ ഇല വീണായതാ. ഇങ്ങനത്തെ പച്ചക്കളാണ്. ഇല്ലണ്ണ ക്യാഷ്
ഞാൻ ഷോറൂമിൽ പോയിട്ടില്ല, പുതിയൊരു സാധനം മേടിച്ചിട്ടില്ല. അപ്പൊ അണ്ണാ പോക്കോ, ഞാൻ ബൈ ബൈ. ഓക്കെ അണ്ണ, പുതിയ ടാങ്ക് എടുത്ത് ആഘോഷിച്ചോ. അണ്ണ അങ്ങനെ പറയില്ല അണ്ണ. അപ്പൊ അണ്ണന് ചെറിയ സംശയമൊക്കെ ഉണ്ട്. അണ്ണ കണ്ടുപിടിച്ചാൽ നമ്മൾ തീർന്നു പോലെ. അപ്പൊ നമുക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോയുടെ എൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അണ്ണൻ്റെ എങ്ങനെയൊക്കെ സാധനം എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കാറായിട്ട് വീട്ടിൽ കൊണ്ടുപോകാം. വെറുതെ ഒരു കാറും കൂടെ കിട്ടി നമുക്ക്. അപ്പോൾ രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല ഞാൻ. ഇത്തിരി ചിക്കൻ ബർഗറിൻ്റെ ഷോപ്പുണ്ട് ഇവിടെ. ഇത്തിരി ചിക്കൻ ബർഗർ തന്നെ നേരത്തെ പോവാണ് ഞാൻ. പോലീസ് വണ്ടി ഇടിച്ച് അപ്പം ചിക്കൻ ബർഗറിൻ്റെ ജയിലിലോട്ട് പോകും. അപ്പോൾ ഈ പോലീസിനെയൊക്കെ ഞാൻ എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ ബർഗർ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലിലോട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.